മക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരീക്ഷയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ടീച്ചർ ഒരു പ്രത്യേക ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. നമുക്ക് ആ ക്ലാസ് തുടങ്ങാം. നമ്മൾ 11 തരത്തിൽ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് കൂട്ടക്ഷരം ഉണ്ടാക്കി, അതല്ലെങ്കിൽ ഒറ്റ ഒറ്റ അക്ഷരങ്ങൾ ഉണ്ടാക്കി അല്ലേ? അതിൽ ആ 10ാമത്തെ തരം ഹ എന്നുള്ള ശബ്ദം കൊടുത്ത് ഊന്നലുള്ള ഒറ്റ അക്ഷരം ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മുതലുള്ള അക്ഷരങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചത് റായല്ലേ? ര, ത, പിന്നെ നമ്മളൊരു വേർഡ് പഠിച്ചു തറ അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ച് അതിൻ്റെ ഇടയ്ക്ക് ചില്ലക്ഷരങ്ങൾ പഠിച്ചു. 36 അ എന്നുള്ള ശബ്ദമുള്ള അക്ഷരങ്ങളും 5 ചില്ലക്ഷരങ്ങളും ഇർ, ഇൻ, ഇൽ, ഇൺ, ഇൾ അതിൻ്റെ ബന്ധപ്പെട്ട അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഹ എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നോർമലായിട്ട് സോഫ്റ്റായിട്ട് ശബ്ദിക്കുന്ന അക്ഷരങ്ങളോടുകൂടി ചന്ദ്രക്കല ഉപയോഗിച്ച് ഹായെ യോജിപ്പിച്ച് കൂടുതൽ ഊന്നലുള്ള അക്ഷരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ 36 അക്ഷരവും ശബ്ദിക്കുന്നത് 36 തരത്തിലാണ് അല്ലേ? ഒന്നൊന്നിൽ നിന്ന് വ്യത്യാസമാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കൈരേഖയുടെ കാര്യമൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ഐറിസ്, ഈ കണ്ണിൻ്റെ ഇത് പറയുമ്പോൾ ഒരാളുടെ ഐറിസോ അല്ലെങ്കിൽ കൈരേഖയോ വേറൊരാൾക്ക് ഉണ്ടാവില്ല എന്ന് പറയും അല്ലേ? ഒരാളും പറ്റില്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഒരാളെപ്പോലത്തെ വേറൊരാളെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഉണ്ടെന്ന് ഐഡൻറ്റിക്കൽ ട്വിൻസിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഈ ചുണ്ട് മുതൽ ഉള്ളിലേക്ക് നമ്മുടെ പല്ലുമായിട്ടുള്ള നാവിൻ്റെ ചലനം, ആദ്യം ചുണ്ട്, പിന്നെ പല്ല്, നാവ്, പിന്നെ നാവ് മുട്ടുന്ന ഭാഗങ്ങൾ, പിന്നെ നമ്മുടെ അണ്ണാക്ക്, കഴുത്ത്, ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ സംസാരത്തിൽ നമ്മളോടൊപ്പം നമ്മളറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് അക്ഷരങ്ങൾക്ക് ശബ്ദവ്യത്യാസം വരുന്നത്. അങ്ങനെ അതിവിദഗ്ധരായിട്ടുള്ള നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടിയിട്ട് ഈ അക്ഷരങ്ങളെയെല്ലാം വളരെ ഭംഗിയായി ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ നമ്മൾ ഓരോന്ന് പറയണമെങ്കിൽ റ, അത് ശബ്ദിച്ചപ്പോൾ എന്താണൊരു ഫീൽ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് പറയാമോ? റ, ചുണ്ട് കൂടിയോ? നാവ് വന്ന് എവിടെയെങ്കിലും പ്രസ് ചെയ്ത് നിന്നോ? അല്ലെങ്കിൽ നാവ് വേറെ എവിടെയെങ്കിലും മുട്ടിയോ? ഒന്ന് നോക്കിയേ. റ എവിടെയാണ് മുട്ടിയത്? നമ്മുടെ മുകൾ ഭാഗത്ത് അല്ലേ? റ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് രായാണ്. അപ്പോൾ നമ്മുടെ നാവ് എങ്ങോട്ടെങ്കിലും മാറിയോ? ചലിച്ചോ? മുട്ടിയോ? റ, ര. എന്തെങ്കിലും സംഭവിച്ചോ? അടുത്ത് നമ്മൾ തായാണ് പഠിച്ചത്. ത. ഇപ്പം നാവ് എവിടെയാണ്? റ, ര, ത കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് നായാണ്. ഏതാണ്ട് ത മുട്ടിയ സ്ഥലത്ത് തന്നെയാണ് നാ മുട്ടിയതല്ലേ? ഇപ്പോഴൊക്കെ നമ്മുടെ വാ തുറന്നാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് പായാണ്. പ. ഇപ്പം നമ്മളുടെ ചുണ്ടെങ്ങനെ വന്നത്? കൂട്ടിമുട്ടിയില്ലേ? പിന്നെ നമ്മൾ വായാണ് പഠിച്ചത്. വാ. ഇപ്പം നമുക്കിങ്ങനെ ഒരു തരം പ്രത്യേക രീതിയിൽ ചുണ്ടിൻ്റെ ഷേപ്പ് മാറി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ 36 അക്ഷരവും പ്ലസ് ചില്ലക്ഷരം 41 ഓരോന്നിനും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള വ്യതിയാനങ്ങൾ, ചുണ്ട് മുതൽ ഉള്ളിലേക്ക് കഴുത്ത് വരെയുള്ള ഭാഗങ്ങൾ. നമ്മുടെ ശ്വാസ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ശ്വാസകോശത്തിന് വലിയൊരു റോള് നമ്മുടെ ശബ്ദ ക്രമീകരണത്തിന് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം മുതൽ ഇവിടെ മുതലുള്ള യാത്ര തുടങ്ങാം.
നമ്മൾ ശബ്ദിച്ച് ഓരോ അക്ഷരങ്ങൾ നമ്മൾ എടുത്താൽ ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് ചുണ്ട് കൂട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. റായില്ല, രായില്ല, തായില്ല, നായില്ല. പാ വന്നപ്പോൾ ചുണ്ട് കൂട്ടി ഇല്ലേ? പ. ഇനി ഏതെങ്കിലും അക്ഷരം വന്നപ്പോൾ ചുണ്ട് കൂട്ടിയാൽ നോക്കിയേ. നമ്മൾ തുടർന്ന് വന്നപ്പോഴത്തേക്കും പാ കഴിഞ്ഞിട്ട് നമ്മൾ വായാണ് പഠിച്ചത്, വാ അല്ലേ? അതിനുശേഷം ഹ, സ, മ. മ വന്നപ്പോൾ എങ്ങനെയുണ്ട്? മ. ചുണ്ട് കൂട്ടിയില്ലേ? മ. ല. അപ്പോൾ ഈ ചുണ്ട് കൂട്ടിപ്പോകുന്ന അക്ഷരങ്ങൾ ആകെ 5 ഉള്ളൂ. ഒരു കാരണവശാലും ചുണ്ട് തുറന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ചുണ്ട് ഇങ്ങനെ കൂട്ടിപ്പോകുന്ന ആ 5 അക്ഷരങ്ങളെ നമുക്ക് ആദ്യം എടുക്കാം. ആദ്യത്തത് പ അല്ലേ? പ പ പ. അടുത്തത് ഈ പായോടുകൂടി എന്ത് ചേരണം? ഒന്ന് ഹ ചേർത്ത് ഊന്നി പറയുക. പ ഫ. പ ഫ. ആ ഫ ഏതാണ്? ഇതാണ്. മാറിപ്പോകരുത് ട്ടാ. പ ഫ. അതിനുശേഷം തൊട്ടടുത്തത് ബ. സോഫ്റ്റായിട്ട് ബ. ബലൂൺ, ബലം, ബലവാൻ, ബിന്ദു എന്നൊക്കെ ഉള്ളതിൻ്റെ ബ. അതിനുശേഷം ഇതിനോടുകൂടി ഊന്നൽ കൊടുത്ത അക്ഷരം ഹ ചേർത്തപ്പോൾ ഭ. ഭ. അതിനുശേഷം മ. സ്വതന്ത്രമായ. അപ്പം ഇത് നമുക്ക് ആദ്യം പറയണം. പ ബ മ. 3 സ്ഥലവും ഒരേ സ്ഥലത്ത് തന്നെയാണോ ചുണ്ടുകൾ കൂടിപ്പോണേന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പ ബ മ. നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചുണ്ടിൻ്റെ ആ ലൊക്കേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം പിടുത്തം കിട്ടും. പ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ ഭാഗമാണ് കൂട്ടിമുട്ടുന്നത്. പ. ബ എന്ന് പറയുമ്പോൾ ആ ഭാഗത്തല്ല. ഈ ബ പറയുമ്പോൾ കുറച്ചും കൂടി അകത്തോട്ടുള്ള ഭാഗത്താണ് കൂട്ടിമുട്ടുന്നത് ബ. മ എന്ന് പറയുമ്പോൾ ഉൾചുണ്ടുകൾ തമ്മിലാണ് കൂട്ടിമുട്ടുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. പ ബ മ. തോന്നുന്നുണ്ടാ? പ ബ മ. കുറച്ച് പ്രാവശ്യം അങ്ങ് പറഞ്ഞേ. പ ബ മ. പ ബ മ. ഇനി ഇത് പറ. ഭ ഭ. പ ഭ ബ ഭ. പ ഭ ബ ഭ. പ ഭ ബ ഭ മ. ഈ പ ശബ്ദം കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് ഭ കൂട്ടി പറയുന്നത്. അവിടെ കൂടി നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കും നമ്മളവിടെ. പ ഭ അവിടെ തന്നെ. അടുത്തത് ബ ഭ ഉള്ളിലേക്കാണ്. ബ ഭ മ. പ ഭ ബ ഭ മ. പ ഭ ബ ഭ മ. മനസ്സിലായില്ലേ? ഈ അക്ഷരക്കൂട്ടത്തെ പറയുന്നത് പവർഗം എന്നാണ്. പവർഗം. പ ഭ ബ ഭ മ. എന്താണ് ഇതിനെ പറയുന്നത്? പവർഗം. ഒരു ഗ്രൂപ്പ്. പവർഗം. മനസ്സിലായില്ലേ? ഈ 5 അക്ഷരം മാത്രമേ ചുണ്ട് കൂട്ടി പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ പഠിക്കാത്ത 2 അക്ഷരങ്ങൾ ഇതിൽ വരും. സ്വരാക്ഷരങ്ങളിൽ ഉ ഉ. ഇവിടെ നമ്മൾ ചുണ്ടിങ്ങനെ കാണിക്കും. പിന്നെ നമ്മൾ വ. അവിടെ നമുക്ക് ചുണ്ടിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. പക്ഷേ ചുണ്ട് കൂട്ടി സംസാരിക്കുന്ന 5 അക്ഷരങ്ങളാണ്
പ ഭ ബ ഭ മ. ഇനി ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിദഗ്ധർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ സംഗതി മലയാള ഭാഷയിൽ നിന്ന് പോയി. എങ്ങോട്ടേക്ക് പോയി? ഇംഗ്ലീഷ് ഭാഷയിലോട്ട് പോയി. ഇംഗ്ലീഷ് ഭാഷയിൽ എഫ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന പദങ്ങൾക്ക് മലയാളീകരിക്കാനായിട്ട് ഇതാണ് പോയത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോവരുത്. നമുക്ക് 36 അക്ഷരങ്ങൾ ആ ശബ്ദം കൊടുക്കുന്നതുണ്ടെങ്കിൽ 37ാമത്തത് വേണമെങ്കിൽ ഫ എന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന ഒരക്ഷരത്തിന് ഒരു സ്കോപ്പ് ഉണ്ട്, അല്ലേ? ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ കുറേ സാറന്മാർ, കുറേ മാഡം, ടീച്ചർമാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നത്, ആ അക്ഷരമില്ല, അത് ദൗർഭാഗ്യകരമാണ്, അത് അന്ത്യശ്വാസം വലിച്ചു കിടക്കുകയാണ്, തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനും അത് തന്നെ പറയുന്നു. ആ അക്ഷരം തിരിച്ചു വരണം. ഏതക്ഷരം? നമ്മുടെ പ ഭ. ഭ എന്നുള്ള അക്ഷരം തിരിച്ചു വരണം. അത് നമ്മളുടെ അക്ഷരമാണ്. അതിന് പകരം 37ാമത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഒരക്ഷരം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ആര് എങ്ങനെ ആലോചിച്ച് അതിൻ്റെതായ നീക്കുപോക്കുകളൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ മക്കളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു, അമ്മച്ചി ഏത് അക്ഷരമാണ് പ്രിഫർ ചെയ്യണതെന്ന് വെച്ചപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം ഞാൻ വെറുതെ പറഞ്ഞു, ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അക്ഷരം എടുക്കും, പ എന്നിട്ട് ഇങ്ങനെ എടുക്കും എന്ന് പറഞ്ഞു. കണ്ട, പായോടുകൂടി ഇംഗ്ലീഷ് അക്ഷരം എഫ്. അപ്പോൾ ഫാൻ എഴുതണമെങ്കിൽ ദീർഘം ഇട്ടിട്ട് എൻ. അപ്പോൾ എൻ്റെ മോള് പറയണേണ്, അമ്മച്ചി മലയാള അക്ഷരങ്ങൾ കൈ പൊക്കാണ്ടേ എഴുതുള്ളൂ, ഒറ്റടിക്ക് എഴുതുള്ളൂ എന്ന്. അത് പുതിയൊരറിവാണ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇംഗ്ലീഷിലാണ് വെട്ട്, കുത്ത് ഒക്കെ ഉള്ളത്. മലയാള അക്ഷരങ്ങൾ ഒറ്റ അക്ഷരങ്ങൾ കൈ പൊക്കാണ്ടേ എഴുതുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഹിന്ദിക്കൊക്കെ എനിക്ക് അണങ്കം എഴുതി നമ്മൾ വരവരക്കില്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വെറുതെ പറഞ്ഞതാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നത്, കാരണം തെറ്റിപ്പോവില്ലല്ലോ. എഫ് ഫ്ലവർ എന്ന് എഴുതാനായിട്ട് അതിനനുസരിച്ച് ചിഹ്നിടുക, അത് എഫ് ഫ എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇപ്പം നമുക്കറിയാം, കുറച്ച് നാളായിട്ടുള്ളൂ നമ്മുടെ രൂപ എന്നുള്ളതിന് ഒരു എംബ്ലം, ഇതാണ് രൂപയുടെ എംബ്ലം ഇങ്ങനെ വന്നത്, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓരോ തീരുമാനത്തിൻ്റെ പുറത്ത് വന്നതല്ലേ. അതുപോലെ ഫ എന്നുള്ള അക്ഷരത്തിന് ഒരു അക്ഷര രൂപം എവിടെയെങ്കിലും ആരെങ്കിലൊക്കെ വേണ്ടപ്പെട്ടവർ ഡിസ്കസ് ചെയ്ത് ടീച്ചേഴ്സിൻ്റെ ക്ലസ്റ്ററിലോ അത് അതിൻ്റെതായ തലങ്ങളിൽ ചർച്ച ചെയ്ത് നമുക്ക് വരണമെങ്കിൽ കുട്ടികളെ ഭാവിയിൽ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു അക്ഷരമുണ്ട്, പക്ഷെ അതങ്ങനെ പോയി എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഭ ഫ ഭ പ ഭ ഒന്നും കൂടി ഉറപ്പിച്ചറിയുക. അത് എപ്പോഴും മാറിപ്പോഴും അത് നമ്മളിൽ തന്നെ നിൽക്കുക. ഇങ്ങനെ ഫ എന്നുള്ള ആ ധ്വനിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഭ എന്നുള്ള വാക്കുകൾ, അതുകൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ മലയാളത്തിൽ കുറവുമാണ്. എല്ലാം ഇപ്പോൾ ഫ്ലോറിഡ, ഫാൽക്കൺ, ഫിഷ്, ഫാറ്റ്, ഫാൻ, ഇങ്ങനെയുള്ള എല്ലാ എഫ് വെച്ചിട്ടുള്ളതിനും മലയാളീകരിച്ച് പോയപ്പോൾ മലയാളം പോലും അങ്ങനെയായി. ഇപ്പം ഫ്രാൻസിസ്, ശരിക്കും പറഞ്ഞാൽ ഈ ഫ എഴുതിയിട്ടാണ് നമ്മൾ ഫ്രാൻസിസ് എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് എന്നാണ്. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ, ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ അക്ഷരം നമ്മളുടെ ഈ ഭായല്ല, അല്ലേ, മലയാളീകരിച്ച് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കൈവിട്ട് പോയി. അപ്പോൾ അത് തിരിച്ച് വരണമെങ്കിൽ അത് വേണ്ടപ്പെട്ടവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അടുത്ത ഭാവിയിലെങ്കിലും അത് നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുന്നു. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പേ പഠിച്ചിട്ടുള്ളൂ, പവർഗം. പവർഗത്തിൽ പ ഭ ബ ഭ മ, ചുണ്ടിൻ്റെ ക്രമീകരണത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ ചുണ്ടടഞ്ഞ് വരുന്ന സംസാരിക്കുന്ന ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് ഉ ഉ വ എന്നുള്ളത് പവർഗത്തിലല്ല എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വർഗത്തിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.